കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് അവരൊരു ഹോം സ്റ്റേ ആയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ടൂറിസ്റ്റുകളെ വരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും അവരൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടേഴ്സ് വരെ അവർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പം ഓരോ ടൈമിലും ഓരോ ആൾക്കാരാണ് വരുന്നത്. അവർ വന്ന് ചിലപ്പോൾ ഒരു വിസ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു 3 മാസം, ചിലപ്പോൾ 1 മാസം, 2 മാസം അങ്ങനെ നിന്ന് പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ആവുന്നതുകൊണ്ട് ഇവരെ കൂടുതലാരും ശ്രദ്ധിക്കാറുമില്ല. പിന്നെ ഇവർക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുക, മറ്റെന്തെങ്കിലും വീടുകൾ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ഇവർ അടുപ്പം ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ ടൈം അവർ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇത് മറ്റൊരാളുടെ കെട്ടിടം വേറൊരാൾ ഏറ്റെടുത്ത് ഇങ്ങനെ ലീസിന് കൊടുക്കുന്ന, വാടകയ്ക്ക് കൊടുക്കുന്ന, അത് വർക്കലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ്സാണ്. അതിപ്പോൾ ഒരു എൻ്റെ ഓണർ വീട് വെച്ച് കഴിഞ്ഞാൽ അത് വാടകയ്ക്ക് കൊടുക്കും. ഒരു 11 മാസത്തേക്ക് ആരെങ്കിലും അത് വാടകയ്ക്ക് എടുക്കും. പക്ഷേ ഈ എടുക്കുന്നവർ ആരാണോ, അവരുടെ കണ്ടീഷൻസ് എന്താണോ, അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊന്നും അന്വേഷിക്കാനായിട്ടൊരു സംവിധാനമില്ല. ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണോ? വലിയ അമേരിക്ക പോലും തിരയുന്ന ഒരു കുറ്റവാളി ഈ നമ്മുടെ വർക്കലയിൽ വന്ന് താമസിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശി ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ വർക്കല തന്നെ ചൂസ് ചെയ്തത്. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ക്രിമിനലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയില്ലാതിരിക്കില്ല. അപ്പോൾ അത്രയും ഗ്രാവിറ്റിയോടുകൂടി പുള്ളി ചിന്തിച്ച് പുള്ളി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വന്ന് പെട്ടത് കേരള പോലീസിന്റെ മുമ്പേ ആയിപ്പോയി. അവർ പൊക്കുകയും ചെയ്തു. എന്തായാലും അവർക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇത്രയും വലിയ, കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടിക്കുക എന്ന് പറയുന്നത്. പിടിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് കേരള പോലീസിനും അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം തന്നെയാണ്. കാരണം CBI യുടെ ഇടപെടലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ ട്രേസ് ചെയ്യുന്നതിനും പിടികൂടുന്നതിനും കൃത്യമായി ചോദ്യം ചെയ്ത് ഇപ്പോൾ പട്യാല കോടതിക്ക് കൈമാറുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നത് അഭിനന്ദന അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.